ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മളെല്ലാവരും സാധാരണ മാമ്പഴം കൊണ്ട് പുളിശ്ശേരിയാണ് ഉണ്ടാക്കി നോക്കുന്നത്. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് മാമ്പഴം കൊണ്ട് ഒരു രസം ഉണ്ടാക്കി നോക്കാം. അപ്പം നമുക്ക് ഞാനൊരു 6 പഴമാങ്ങ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളൊന്നും ആക്കേണ്ട കാര്യമില്ല, തൊലി മാത്രം കളഞ്ഞ് വൃത്തിയാക്കി എടുത്താൽ മതി. നമുക്കതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് നമുക്കതൊന്ന് വേകാനായിട്ട് വേവിക്കാം. മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 3-4 കഷ്ണം ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ഒന്ന് ചതച്ച് വെക്കാം. അപ്പം മാങ്ങ നമ്മൾ വെന്ത് വരുമ്പോൾ ഒന്ന് തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. നമുക്ക് അതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കുരുമുളകും വെളുത്തുള്ളിയുടെ കൂട്ടിയിട്ട് കൊടുക്കാം. അതൊന്ന് വെന്തതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ രസത്തിൻ്റെ ഒരു പ്രത്യേകത ഈ പുളിവെള്ളം കൂടെ ചെല്ലുമ്പോഴാണല്ലോ നമുക്ക് ആ രസത്തിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഒരുപാട് അങ്ങോട്ട് കുറുക്കി വരേണ്ട കാര്യമില്ല. നമ്മൾ രസം ഒരു ലൂസായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അതിന് നമുക്കൊരു പാത്രം ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വെന്തിരിക്കുന്ന മാമ്പഴത്തിൻ്റെ രസത്തിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് ഈ താളിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ട് നമുക്ക് നമ്മുടെ രസം ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. അപ്പം എപ്പോഴും നമ്മൾ മാമ്പഴപ്പുളിശ്ശേരിക്ക് പകരം ഇപ്രാവശ്യം നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു മാമ്പഴം രസം കഴിച്ച് നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ.